നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, ദുനിയാവ് എന്ന് പറഞ്ഞാൽ ചതിവിന്റെ ലോകമാണ്. സുബ്ഹാനല്ലാഹ്. നല്ല പുരണ്ടാക്കി. ഉദ്ഘാടനത്തിന്റെ നാള് മരിച്ചു, ഖബറിലേക്ക് പോയി. വൈകുന്നേരം ഖബറടക്കി. അയാളുടെ ദുനിയാവിന്റെ വീടിന്റെ ഉദ്ഘാടനത്തിന്റെ അന്ന് തന്നെ ആഖിറത്തിന്റെ വീട് ഉദ്ഘാടനം നടന്നു. കൃത്യം 4 മാസവും 10 ദിവസവും 4 മാസവും 10 ദിവസവും ഇദ്ദ പെണ്ണിന്റെ ഇദ്ദ കഴിഞ്ഞു. ഉപ്പയും ഉമ്മയും ആങ്ങളമാരും ഒക്കെ ഈ പെണ്ണിന്റെ അടുക്കൽ വരും. എന്നിട്ട് ചോദിക്കും, മോളെ, ഈ കൊട്ടാരത്തിൽ ഒറ്റക്ക് താമസിച്ചാൽ എനിക്കൊരു വിഷമാവൂലേ? മരിച്ചാള് പോയില്ലേ, തിരിച്ചു വരുവോ? ഒരു ജീവിതം വേണ്ടേ? മക്കളെ കെട്ടിപ്പിടിച്ചിട്ട് അവള് പറയും, ഇല്ല, ഇനി എനിക്കൊരു പുതിയ ജീവിതമൊന്നും വേണ്ട, ഞാൻ ഈ മക്കളെ കൂടെ എങ്ങനെ ജീവിച്ചോളാം, പോയാളെ ഓർമ്മയിൽ ജീവിക്കാം. 1 മാസം 2 മാസം മക്കളോട് ഉള്ളത് കൊണ്ട് ഭാര്യ പറയും, എനിക്കൊരു ജീവിതം വേണ്ട. ഒരു 2-3 മാസം പിന്നെയും കഴിഞ്ഞാല് ദുനിയാവിലെ മനുഷ്യന്റെ അവസ്ഥ സുബ്ഹാനല്ലാഹ്. ഭാര്യ പറയും, എനിക്കൊരു ജീവിതം വേണമെന്നോട് തീരുമാനിക്കും. മോനെ, ഇവൻ കെട്ടിയ വലിയ വീടുണ്ടല്ലോ, ആ വീട്ടിൽ ഒരു പെണ്ണ് കാണൽ ചടങ്ങ് നടക്കും. ലളിതമായിട്ടാണെങ്കിലും അവിടെ ഒരു വിവാഹം നടക്കും. മലപ്പുറത്താണെങ്കിലും കാസർഗോഡാണെങ്കിലും കണ്ണൂരാണെങ്കിലും ഇവൻ കെട്ടിയ വീടില്ലേ, ആ വീട്ടിലേക്ക് മണവാളനായിട്ട് മറ്റവനെത്തും, പുതിയ ആളെത്തും. ഇനി അവൻ വീട് നിർമ്മിക്കണ്ട, ഇനി അവൻ AC ഫിറ്റാക്കണ്ട, ഇനി അവൻ കട്ടിലും കിടക്കയും വാങ്ങണ്ട, ജീവിക്കാൻ വന്നാൽ മതി. അതൊക്കെ ഈ പോയവൻ ചെയ്തിട്ടുണ്ട്. മനുഷ്യന്റെ അവസ്ഥയാണ്. സുബ്ഹാന ജല്ല ജലാലു. നീ നിന്റേതാണെന്ന് കരുതിയ ഭാര്യ, നിന്റേത് സ്വന്തമാണെന്ന് നീ കരുതിയ നിന്റെ ഭാര്യ, അഭിമാനം പറഞ്ഞ ഭാര്യയില്ലേ, ആ ഭാര്യ മറ്റൊരുത്തന്റെ കൂടെ പോകും. മൈനറിയതീമായി കൺതടം ഒലിച്ചില്ലേ, മണവാട്ടിയെയും വിട്ടതത്ഭുതമല്ലേ, കെട്ടിപ്പിടിച്ചവൾ ചുംബനം തന്നില്ലേ, അവളന്യമെത്തയിൽ പെട്ടതത്ഭുതമല്ലേ. നിന്റേത് മാത്രമാണെന്ന് കരുതിയ നിന്റെ ഭാര്യ മറ്റൊരുത്തന്റെ ഭാര്യ, അവിഹിത മാർഗത്തിലുള്ള വ്യഭിചാരമൊന്നുമല്ല, മറ്റവന്റെ ഭാര്യയായിട്ട് തന്നെ നീ കെട്ടിയ കോടീശ്വര കൊട്ടാരം പോലുള്ള കോടികൾ നിർമ്മിച്ചിട്ട് കൊടുത്തിട്ട് നീ ഉണ്ടാക്കിയ വീട്, ആ വീട്ടിൽ നീ ഉണ്ടാക്കിയ കട്ടിലിൽ, നീ വില കൊടുത്തു വാങ്ങിയ ബെഡിൽ നിന്റെ ഭാര്യ മറ്റൊരുത്തന്റെ കൂടെ താമസിക്കുന്നതിൽ നിനക്ക് അത്ഭുതമില്ലേ? തഴവോസ്താദിന്റെ ദറജ അല്ലാഹു വർദ്ധിപ്പിക്കട്ടെ. ഒരൊക്കെ ഇൽമിന്റെ മദദ് അല്ലാഹു നമുക്ക് ചൊരിച്ചു തരട്ടെ.